ഇടുക്കി വണ്ടിപ്പെരിയാറിലെ സഹോദരിമാരായ വിദ്യാർത്ഥിനികളുടെ വീട്ടിൽ വൈദ്യുതി ഉടനെത്തും. ജില്ലാ കളക്ടർ വിളിച്ച ചർച്ചയിലാണ് തീരുമാനം. പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റും കുട്ടികളുടെ കുടുംബവും ഈ ചർച്ചയിൽ പങ്കെടുത്തു. പോപ്സുമായിട്ടും ഇലക്ട്രിസിറ്റി ബോർഡുമായിട്ട് ഇന്ന് സംസാരിച്ചു. അപ്പോൾ അതിൽ ഏകദേശം ആ പ്രശ്നം ഇന്ന് തീർന്നിട്ടുണ്ട്. അത് സന്തോഷമുള്ള കാര്യമാണ്. വിജയൻ ശനിയാഴ്ച തന്നെ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശനിയാഴ്ച കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾക്കത് പ്രോസസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞങ്ങൾ ഉടനെ ഇന്ന് തന്നെ അവരുടെ NOC കൊടുക്കാമെന്ന് പറഞ്ഞു. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ കണക്ഷൻ പുനഃസ്ഥാപിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ തീരുമാനമായി, കണക്ഷൻ കൊടുക്കാൻ തീരുമാനമായി. കണക്ഷൻ നൽകുന്നതിന് എതിർപ്പില്ല എന്ന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് അറിയിച്ചു. 2 ദിവസത്തിനുള്ളിൽ പോസ്റ്റുകൾ സ്ഥാപിച്ച് പുതിയ കണക്ഷൻ നൽകും. കളക്ടർ പറഞ്ഞ് കറണ്ട് 2 ദിവസത്തിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് എല്ലാ ന്യൂസ് ചാനൽക്കും ഒത്തിരി നന്ദിയാണ്. വെട്ടത്തിരുന്ന് പഠിക്കാം. മാറി. കറണ്ട് 2 ദിവസമായിട്ട് കൊടുക്കാൻ പറഞ്ഞു. എല്ലാ ചാനലിനും നന്ദി. 2 ദിവസം കൊണ്ട് NOC തന്ന് പോസ്റ്റ് കറണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കളക്ടർ സാറിന് മുമ്പ് വരാൻ പറഞ്ഞായിരുന്നു. കളക്ടർ സാറിനെ വന്ന് കണ്ട് അന്നേരം 2 ദിവസം കൊണ്ട് കറണ്ട് കിട്ടും. EBക്കാരെ വിളിച്ച് അവർ പറഞ്ഞിട്ടുണ്ട്. പുതിയ പോസ്റ്റ് ഇട്ട് NOC തരാമെന്ന് ബോബ്സുകാരും പറഞ്ഞിട്ടുണ്ട്. കമ്പനി പറഞ്ഞ് സമ്മതിച്ചു. എല്ലാവർക്കും നന്ദിയുണ്ട്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. രാഹുൽ, സാങ്കേതികത്വം പറഞ്ഞാണ് ഇത് വൈകിപ്പിച്ചത്. നമ്മൾ ഇത് വൈദ്യുതി മന്ത്രി ഇടപെട്ടിട്ട് പോലും, അല്ലെങ്കിൽ റവന്യൂ മന്ത്രി ഇടപെട്ടിട്ട് പോലും KSEB വീണ്ടും സാങ്കേതികത്വം ചൂണ്ടിക്കാട്ടുകയായിരുന്നു. ഇപ്പോഴിതാ എസ്റ്റേറ്റ് മാനേജ്മെന്റും അവർക്ക് വൈദ്യുതി കിട്ടുന്ന തരത്തിൽ എന്തൊക്കെ ഇടപെടൽ നടത്താമോ അതിന് തയ്യാറാണെന്ന് കളക്ടറെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തുടർച്ചയായി നടത്തിയ ഇടപെടൽ ഫലം കണ്ടുവരുന്നുണ്ട്, അല്ലെങ്കിൽ ഫലം കണ്ടു എന്ന് തന്നെ പറയാം, അല്ലേ? വിജയകുമാർ, അങ്ങനെ തന്നെയാണ്. എന്തായാലും ഹാഷിനിയുടെയും ഹർഷിനിയുടെയും വീട്ടിൽ 2 ദിവസത്തിനുള്ളിൽ വൈദ്യുതി എത്തും. അതേറെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ഒരു തടസ്സമായിരുന്നു ഇവരുടെ വീട്ടിൽ പുതിയ കണക്ഷൻ കിട്ടുന്നതിന് ഒരു കാലതാമസം ഉണ്ടാക്കിയത്. എന്തായാലും പരിഹരിക്കാൻ, ഏതെങ്കിലും തരത്തിൽ തടസ്സം ഉന്നയിക്കാൻ തങ്ങളില്ല. ഈ സ്ഥലവുമായി ബന്ധപ്പെട്ടുള്ള ഉടമസ്ഥ തർക്കം അത് നിലനിൽക്കുകയാണ്. അത് കേസ് കോടതിയിൽ നിൽക്കുകയാണ്. ആ കേസ് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് കളക്ടറും പറഞ്ഞിട്ടുണ്ട്. മറ്റേതെങ്കിലും തരത്തിൽ ഈ 2 കുട്ടികൾ ഇരുട്ടിലാക്കി അങ്ങോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എസ്റ്റേറ്റ് മാനേജ്മെന്റ് പോകുന്നില്ല എന്നാണ് അവരുടെ പ്രതിനിധികൾ പറഞ്ഞിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കളക്ടർ വിളിച്ച ചർച്ചയിൽ എല്ലാം പെട്ടെന്ന് തന്നെ ധാരണയായിട്ടുണ്ട്. കളക്ടർ നേരത്തെ ഈ കുട്ടികളുടെ വീട്ടിൽ വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിച്ചു കൊടുക്കണം, അതായത് നേരത്തെ ഈ വണ്ടിപ്പെരിയാർ ക്ലബ്ബിൽ ഉണ്ടായിരുന്ന കണക്ഷൻ പുനഃസ്ഥാപിക്കണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതിനുവേണ്ടിയുള്ള നിർദ്ദേശവും ഓർഡറും കളക്ടർ ഇറക്കുകയും ചെയ്തിരുന്നു. പക്ഷേ അവിടെയാണ് ചില സാങ്കേതികത്വം പറഞ്ഞ് KSEB ഇങ്ങനെ കാലതാമസം ഉണ്ടാക്കിയത്. എന്തായാലും അതിന് പിന്നീട് ഈ കളക്ടർ ഈ കുടുംബത്തെയും അതുപോലെ തന്നെ പോപ്സ് എസ്റ്റേറ്റ് മാനേജ്മെന്റിനെയും വിളിച്ച് സംയുക്തമായി നടത്തിയ ചർച്ചയിൽ യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല. പുതിയ കണക്ഷൻ തന്നെ, അതായത് പഴയ കണക്ഷൻ പുനഃസ്ഥാപിക്കുകയല്ല, ഈ വിജയൻ എന്ന് പറയുന്ന ഈ കുട്ടികളുടെ മുത്തച്ഛന്റെ പേരിൽ പുതിയ കണക്ഷൻ തന്നെ കൊടുക്കാൻ തീരുമാനമായിട്ടുണ്ട്. അത് ഈ എസ്റ്റേറ്റിനുള്ളിലൂടെ 2 പോസ്റ്റുകൾ വലിച്ചാൽ മതി. ആ 2 പോസ്റ്റ് ഇടുന്നതിനും എസ്റ്റേറ്റ് മാനേജ്മെന്റിന് തടസ്സമില്ല. മാത്രമല്ല പഞ്ചായത്ത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ രേഖകളൊക്കെ ശനിയാഴ്ച തന്നെ നമ്മൾ തന്നെ ഇടപെട്ട് നമ്മൾ തന്നെ അവർക്ക് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും കൊടുത്ത്, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഉൾപ്പെടെ എഴുതി നൽകി നമ്മൾ അവരെ കൊണ്ട് ഈ KSEB ഓഫീസിൽ കൊടുപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ ആയിട്ട് കറണ്ട് ആ വീട്ടിൽ എത്തിക്കാൻ കഴിയുമെന്ന് KSEB അധികൃതർ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മുടെ ഇടപെടൽ അത് കളക്ടർ പെട്ടെന്ന് തന്നെ കാണുകയും കളക്ടർ പെട്ടെന്ന് ഇടപെടൽ നടത്തുകയും ചെയ്തു. എന്തായാലും പ്രശ്നം പരിഹരിക്കപ്പെടുന്നു. ഹർഷിനിയുടെയും വീട്ടിൽ വൈദ്യുതി എത്തുന്നു. അവരിനി മെഴുകുതിരി വെളിച്ചത്തിൽ പഠിക്കേണ്ട, ബൾബ് വെട്ടത്തിൽ പഠിക്കാം. വിജയകുമാർ. യെസ്, രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിൽ നിന്ന് കഴിഞ്ഞ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇടപെടലാണ്. അത് ഒടുവിൽ ഫലം കാണുകയാണ്. 1-2 ദിവസങ്ങൾക്കുള്ളിൽ ആ വീട്ടിലേക്ക് വൈദ്യുതി വെളിച്ചമെത്തും. ആ കുഞ്ഞുങ്ങൾക്ക് വൈദ്യുതി വെളിച്ചത്തിലിരുന്ന് പഠിക്കാം. ഇനിയിപ്പോൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.